കാണത്തില്ല. ഞാനിവിടെ കാണിക്കാൻ പോവാ. ആരാന്ന് നീ പറയോ? നിങ്ങളെല്ലാരും പറയോ? നടുക്കേക്ക് നിങ്ങൾ പറയോ? ഞാൻ പറയാ ആന്റി നടുക്കേക്ക് ഒരു കണ്ണാടി. ഞാൻ പറയാ ജോസാറോ ഇതല്ലേ കണ്ണാടി പിടിച്ചോ കണ്ണാടി എടുത്തോണ്ട് അത് ജോർജ് സാറിന് ഭയങ്കര ഒരു ചീപ്പ് കൂടി കൊണ്ടുവരാട്ടോ. ചീപ്പ് കൂടെ ഉണ്ട് ഇഷ്ടംപോലെ എല്ലാം ചീപ്പാ. ഒരു ചീപ്പടി കൊണ്ടുവരണേ. ജീപ്പാരും നോക്കരുത്. ഒരു ചീപ്പടി കൊണ്ടുവരണേ. തലമുടി കറുപ്പിക്കുന്ന ജീപ്പാണ്. ആൻമേരിയുടെ ദിവസം വീട്ടില് ഞങ്ങള് പോകാട്ടോ ഒരു ദിവസം. ആൻമേരിയുടെ വീട്ടില് അന്നേരം ഉണ്ടല്ലോ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്താന്റിയുടെ പാൻഡേല് നിറച്ച് പൊടി ഇരിക്കാം. വേഗം ഇതൊക്കെ തൂത്ത് കളഞ്ഞു. പറയണ്ടേ ഞങ്ങക്ക് കൺഫ്യൂഷൻ വരുന്നു. ഇങ്ങനെ തൂത്ത് അവിടെ ഇരുന്ന് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം ഞങ്ങളൊക്കെ കേൾപ്പോയി തലയില്ലെന്ന്. നിന്നോട് മോണാക്ട് മിമിക്രി നീ ഡയലോഗ് ആദ്യം ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ എടി തലയൊന്നും ചെയ്യരുത്, തല ശരിയാണ്. സ്റ്റെപ്പ് നിങ്ങളോട് വെച്ചു. അങ്ങനെ നിന്നിട്ടാ അറിഞ്ഞു വന്നില്ല. അത് പോയി ആദ്യം തുടങ്ങി വന്ന തല സ്റ്റെപ്പ് ഞാൻ കൊണ്ടേ ഓർക്കൂട്ടിലിടും. അതാ കാണിക്കണ്ടേ? അത് നീ കാണിച്ചില്ല, ഇതാ കാണിക്കണ്ടേ? ഫസ്റ്റ് പ്രൈസ് അവക്ക്. ഇങ്ങോട്ട് ചോദിച്ചാൽ സമ്മാനം കൊടുക്കട്ടെ. മേരിയേ മേരിക്കുഞ്ഞേ ഇതുവരെ കാണിച്ചത് ഏറ്റവും നല്ല പരിപാടി അവതരിപ്പിച്ചത്. ചെയ്യൂ അതൊന്നും പ്രശ്നമല്ല. സമ്മാനമാണ്. സ്റ്റിക്ക് മാത്രം അറേഞ്ച് ചെയ്തിട്ടല്ലേ വീഡിയോ കൊണ്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇന്ന് പൊളിക്കാൻ പറ്റും. എന്താണല്ലോ ഒരു വിസയുടെ ഇന്ന് സാരിയാണ് വീഡിയോ ഓപ്പറേറ്റർ. അടുത്ത ഇച്ചിരി നേരത്തേക്ക് പാട്ട് അറിഞ്ഞില്ലേ? കേട്ടു. അതിന്റെ ഇടയ്ക്ക് ഞാൻ പാട്ട് കേട്ടു. ഞങ്ങള് വിശ്രമം അല്പനേരം ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ആളോടെ പറഞ്ഞ. പിന്നെ ഒരു കാര്യം, 10 മിനിറ്റ് ആകുമ്പോ ബ്രേക്ക് ചെയ്താലേ നമുക്ക് എളുപ്പമുണ്ട്.
ഇപ്പൊ ശ്രദ്ധിച്ച ഇവരെ കറക്കും. എനിക്കറിയാം ഇത് എവിടെ അതല്ല ഒരു കാർ എപ്പോഴും കാർ ഡാൻസ് കളിക്കും ഉപ്പച്ചാല ഊപ്പച്ചാല അപ്പൊ ഇവൻ ഈ കാർ കളിക്കാൻ അതൊക്കെ ഡാൻസ് ആവട്ടോ അനാവശ്യം പറയരുത്. കലക്കെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലേ? കലക്കെന്ന് പറഞ്ഞാല് അവസാനം മലയാളത്തിൽ എന്നാലും ഒരു കാര്യം പറയാം, ജോർജ് സാർ നിന്ന് സമാന്തരം കിടന്നു പറയാം. അത് മുഴുവൻ ഇതിനകത്തുണ്ട്. സാറിന് ഈശ്വര സദ്യക്കാരൻ കൂടുതൽ വയനാട് മൊത്തം ഇതിനകത്തുണ്ട്. അവിടെ പിന്നെ രണ്ട് പിടിച്ചേക്കൂലേ. ഏതായാലും വീട്ടിൽ പോയി കാണാൻ മാത്രമുണ്ട്. ജോർജ് സാറിന്റെ അമേരിക്കൻ എന്തായാലും ഒരിക്കലും മിസ്സാകത്തില്ല. അപ്പൊ ബാക്കി വായിച്ചില്ല കേട്ടോ. വാർത്ത അമേരിക്കയില് ആളുമായിട്ട് അഭിമുഖം നടത്തിയാണ്. അത് 10 അതെ കാശിനോ പറയണ്ടേ? അത് ഇതുവല്ല സദസ്സല്ലേ പറയണ്ടേ? ഞങ്ങൾ മറന്നുപോയി കേട്ടോ. വേണമെങ്കിൽ കണ്ടോ അവളവതരിപ്പിക്കും. മുഴുവൻ പറഞ്ഞോ മുഴുവൻ അവതരിപ്പിക്കണം കേട്ടോ. ഇത്താന്റെ മുതൽ തുടങ്ങണം. കാശിനെ കയറുന്നു. ഇത് കുടിക്കുന്ന അല്ല ഇത് കുടിക്കുന്ന സാധനങ്ങളോട് വന്നത് കൂടിയാണ് കാണിക്കുന്നത്. ആ സാധനങ്ങൾ കൊണ്ടല്ല അതേപടി കളിക്കണം. ഇങ്ങനെ വന്നാ പോരാ. ഇങ്ങനെ വന്നാ പോരാ. അത് അതിന്റെ രീതി വരണം. നീ അവതരിപ്പിക്കുവാണെങ്കിൽ ഇതേപോലെ പോരാ. പോയി മോളിൽ പോയി ഡ്രസ് ചെയ്തു ജോസാറെല്ലാവരുടെ അനുസരിച്ച് പുള്ളി നോക്കിയിരിക്കാം. അപ്പൊ റീത്ത അപ്പൊ അവിടെ നോക്കിക്കണു. ജോസാർ പുറത്തോട് ടേബിൾ കളിക്കാൻ അപ്പുറം നോക്കിയിരിക്കും. ഞാൻ അങ്ങോട്ട് നോക്കി. ഇവിടെ നേരം വേറെ നോക്കിയിരിക്കുക. അങ്ങോട്ട് നോക്കിയിരിക്കുക. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു ഇത്താറ്റി ഇത് കണ്ടോന്ന് പറഞ്ഞു. ഇന്നത്തേക്ക് ഇത്താറ്റി ആ അങ്കിളിനെ കാണിക്കാൻ പോയപ്പോ അങ്കിളിനെ നോക്കിയിരിക്കുക. അപ്പൊ അങ്കിൾ അങ്ങനെ മാറിയിരിക്കും. മുമ്പ് ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുക. അല്ല അത് അങ്കിൾ നാട്ടിൽ ചെല്ലുമ്പോ ഇവിടെ എന്തൊക്കെ കണ്ടു എന്ന് പറയാൻ വേണ്ടിട്ടാ. നമ്മളോട് കണ്ട ആൾക്കാര് അത് വേണ്ട. അതുകൊണ്ട് പറ എന്താ കിട്ടിയതൊക്കെ പറ. പൈസ കിട്ടി. നീ ഉദ്ദേശിക്കുന്നല്ലോ സംഗതി. അവതരണം നോക്കിയോ. ഫോട്ടോ എടുത്തായിരുന്നോ? അത് ക്യാമറ കൊണ്ടില്ലോട്ടോ. ക്യാമറ കൊണ്ടില്ല. ആ എടുത്ത ഫോട്ടോ തന്നെ കേട്ടോ. ആ എടുത്ത ഫോട്ടോ അതിലൊരു നഷ്ടമായി പോയി. അങ്കിളിങ്ങനെ ഇരിക്കുന്നു. താൻ്റെ ഇവിടെ ഇരിക്കുന്നു. കാണുന്നേ ഉള്ളൂ. പോയി പൈസ ഇട്ടു. 10 രൂപ ഇട്ടു. 10 രൂപ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടു. അങ്കിളിനെ ലോട്ടറി അടിച്ചു കേട്ടോ. അങ്കിളിന് ആദ്യം ഇട്ടു. ഒന്ന് ഞെക്കി. അന്നേരത്തേക്ക് ആദ്യം ഞെക്കിപ്പോ ക്രെഡിറ്റ് കൂടി. അത് കഴിഞ്ഞിട്ട് അന്നേരത്തേക്ക് ഞെക്കിന് ഒന്നോടെ ബലം കൂടി. ആ ഞെക്കിന്റെ അനുസരിച്ച് ഇതേ താഴെ പോകുന്നു. 25 വയസ്സുള്ള 50 പൈസ പോകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞെക്കി. ഇത് ശരിയാവില്ല. പൈസ എടുത്തു എന്ന് പറഞ്ഞ് ക്യാഷും എടുത്ത് അടുത്ത